വാട്സ്ആപ്പ് ഹോമീസ്. കഴിഞ്ഞ 10-15 ദിവസമായിട്ട് ഞാൻ പുറത്ത് ഹോട്ടലിലായിരുന്നു താമസം. ബിക്കോസ് മൈ ഹസ്ബൻഡ് കെയിം ഫോർ വെക്കേഷൻ. മുമ്പ് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പുള്ളി ആറാംകോയിലാണ്. ഇന്ന് എനിക്കും കൂടെ ഓഫ് ആയിരുന്നത് കൊണ്ട് തന്നെ റിയാദിൽ ചെന്നിട്ട് ഡബിൾ ഡെക്കർ വണ്ടിയിൽ സിറ്റി ഒക്കെ ഒന്ന് കണ്ട് കറങ്ങിയിട്ട് വരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ഊബർ വിളിച്ച് കിങ് ഫഹദ് നാഷണൽ ലൈബ്രറി പാർക്കിന്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഈ പറഞ്ഞ വണ്ടി രാത്രി 7 മണിക്കേ ഉള്ളൂ. അങ്ങനെ ബസ് വരുന്നിടം വരെ ഞങ്ങൾ ഈ പാർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കിയിരുന്നു. ഒടുവിൽ 7 മണിയായി. നമുക്ക് പോകാനുള്ള ബസ്സും എത്തി. ആൻഡ് ഐ വാസ് സോ എക്സൈറ്റഡ് ടു ബി സിറ്റിംഗ് ഓൺ എ ഡബിൾ ഡെക്കർ ബസ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം. ആ എക്സൈറ്റ്മെന്റ് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചുതരാം. നമുക്ക് ഏറ്റവും ഫ്രണ്ട് ഇരിക്കാം, വാ. അങ്ങനെ എന്റെ കെട്ടിയവന്റെ വാക്ക് നമ്പി ഞാൻ അവിടെ കയറിയിരുന്നു. ഞങ്ങൾ കയറിയ സമയത്ത് അവിടെ വേറെ ആരും ഇല്ലായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വേറൊരു ഫാമിലിയുടെ വന്നു. ഇതൊരു 1 hour റൈഡായിരുന്നു. ഒരാൾക്ക് 35 റിയാലായിരുന്നു ടിക്കറ്റ്. തുടക്കമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. നഗരത്തിന്റെ ഫുൾ കാഴ്ചകളും ഇങ്ങനെ രാത്രിയിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ പോകെ പോകെ ഞാൻ പെട്ടുപോയി ഗൈസ്. കാരണം അമ്മാതിരി ചൂട് കാറ്റായിരുന്നു. അന്തരീക്ഷത്തിലെ ചൂടും ഹ്യൂമിഡിറ്റിയും കൂടാതെ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ ചൂടും കൂടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് തളർന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇങ്ങനെയാണ് ഇരുന്നത്. അങ്ങനെ ആ ക്ഷീണം മാറ്റാൻ ഞങ്ങൾ നേരെ ചെറിയ റെസ്റ്റോറൻറ്റ് വന്നു. അങ്ങനെ പാലപ്പം വന്നു, തന്തൂരി ചിക്കൻ വന്നു, മുട്ടക്കറി വന്നു, ലാസ്റ്റ് ഗോബി മഞ്ചൂരിയനും വന്നു. സത്യത്തിൽ ആ തന്തൂരി ചിക്കൻ ഒരു കാശിനും കൊള്ളില്ലായിരുന്നു. അതിന്റെ സങ്കടം മാറ്റാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായയും കൂടി ഇട്ട് കുടിച്ചിട്ട് കയറി കിടന്നുറങ്ങി.